അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 11ാം അധ്യായത്തിന് 13ാം തീയതി കിക്ക് ഓഫ് ആവുകയാണ്. അപ്പോൾ ISL മത്സരങ്ങളെ ലൈവ് ടെലികാസ്റ്റും അതുപോലെ തന്നെ മലയാളം കമന്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലൈവ് ടെലികാസ്റ്റിന്റെ കാര്യത്തിൽ കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഈ പ്രാവശ്യം വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം പോലെ തന്നെ ഡിജിറ്റൽ സ്ട്രീമിംഗ് ജിയോ സിനിമയിലൂടെ നമുക്ക് കാണാവുന്നതാണ്. ജിയോ സിനിമയിലൂടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ISLലെ എല്ലാ മത്സരങ്ങളും കാണാവുന്നതാണ്. മലയാളം ഉൾപ്പെടെ അവൈലബിൾ ആണ്. അടുത്ത TV ടെലികാസ്റ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ സ്പോർട്സ് 83 തന്നെയാണ് ഇത്തവണയും സംപ്രേഷണം ചെയ്യുന്നത്. എന്നാൽ ഇനി മലയാളം കമന്ററിയിലേക്ക് വരുമ്പോൾ മാറ്റമുണ്ട്. കഴിഞ്ഞ കൊല്ലം മലയാളം ടെലികാസ്റ്റ് സൂര്യ TVയിലായിരുന്നു. എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഏഷ്യാനെറ്റ്+ലാണ് ISLന്റെ മലയാള സംപ്രേഷണം വരുന്നത്. ഇനി അടുത്തതായി ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ISL മത്സരങ്ങൾ കാണാൻ വേണ്ടി ഓരോ ലിങ്കുകൾ തപ്പി നടക്കേണ്ടി വരില്ല. വൺ ഫുട്ബോൾ എന്ന ആപ്ലിക്കേഷനിൽ കൂടി തന്നെ അവരവരുടെ റീജിയൻ കൊടുത്ത ശേഷം ISL കാണാവുന്നതാണ്. ലോകത്തിന്റെ എല്ലാ കോണിലുള്ളവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ എല്ലാ മത്സരങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി തത്സമയം കാണാവുന്നതാണ്. ഇനിയും ISL ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ഇട്ടാൽ മതി, റിപ്ലൈ തരുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ബൈ.